ഏഴാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ആനുവൽ എക്സാം 2025 ആറാമത്തെ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസേഴ്സാണ് ഈ വീഡിയോയിൽ. ആൻ എക്സ്പെരിമെൻറ്റ് കണ്ടക്റ്റഡ് ഇൻ ദ ക്ലാസ് റൂം ഈസ് ഷോൺ ബിലോ ഇൻ ദ പിക്ചർ. പ്യുവർ വാട്ടറിൽ, ശുദ്ധജലത്തിൽ ഒരു ചേമ്പിൻ്റെ ഒരു ചേമ്പിൽ വെച്ചിട്ടുണ്ട്. പിന്നെ സോൾട്ട് വാട്ടർ, ഉപ്പ് വെള്ളത്തിലും വെച്ചിട്ടുണ്ട്. ഇനി വാട്ട് ഡു യു ഒബ്സർവ് ഇൻ ദ പിക്ചർ? ഗീവ് റീസൺ. നിങ്ങളുടെ നിരീക്ഷണം എന്തായിരുന്നു എന്നുള്ളത് അതിന് കാരണം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബേസ്ഡ് ഓൺ ദിസ് എക്സ്പെരിമെൻറ്റ് എക്സ്പ്ലെയിൻ ദ മെത്തേഡ് ഓഫ് കീപ്പിംഗ് ഫുഡ് ഐറ്റംസ് ഇൻ സോൾട്ട് വാട്ടർ ഫോർ പ്രിസർവേഷൻ. റൈറ്റ് അനദർ മെത്തേഡ് ഫോർ പ്രിസർവിങ് ഫുഡ്. അതായത് ചിത്രം പരിശോധിച്ചിട്ട് എന്താണ് നിരീക്ഷിക്കുവാൻ കഴിയുന്നത്, കാരണം വ്യക്തമാക്കുക. അപ്പോൾ നമ്മൾ ഈ രണ്ട് പിക്ചറും തന്നിട്ടുണ്ടല്ലേ, രണ്ട് ഗ്ലാസ്സിൽ ഒരെണ്ണത്തിൽ ശുദ്ധവെള്ളമുണ്ട്, ഒരെണ്ണത്തിൽ ഉപ്പ് വെള്ളമുണ്ട്. അപ്പോൾ രണ്ടും നോക്കിക്കഴിഞ്ഞാൽ ഉപ്പ് വെള്ളത്തിൽ വെച്ചിട്ടുള്ള ചേമ്പും തണ്ട് വാടിയിരിക്കുന്നു, ശുദ്ധജലത്തിലുള്ളത് വാടാതെ ഇരിക്കുന്നു. ഇതിന് കാരണം ചേമ്പിൻ തണ്ട് ഉപ്പ് ലായനിയിൽ വെച്ചപ്പോൾ ചേമ്പിൻ തണ്ടിലെ ജലാംശം മുഴുവൻ ഉപ്പ് ലായനി വലിച്ചെടുത്തു. ഉപ്പിലേക്ക് പോയി ആ ജലാംശം മൊത്തം ഉപ്പ് വെള്ളത്തിൽ. അതുകൊണ്ടാണ് ഈ ജലാംശം നഷ്ടപ്പെട്ടപ്പോൾ ഈ ചേമ്പിൻ്റെ തണ്ട് ചേമ്പിൻ്റെ ഇലയും തണ്ടൊക്കെ വാടിയിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ആൻസർ, ആഹാരപദാർത്ഥങ്ങൾ കേടുവരാതിരിക്കാൻ ഉപ്പുവെള്ളത്തിൽ സൂക്ഷിക്കുന്നത് ഈ പരീക്ഷണവുമായി ബന്ധപ്പെടുത്തി വിശദീകരിക്കുക. ഉപ്പുവെള്ളത്തിലുള്ള ആഹാരപദാർത്ഥങ്ങളിലെ ജലം ഉപ്പ് വലിച്ചെടുക്കുന്നതിനാൽ അതിലുള്ള ബാക്ടീരിയ, ഫംഗസ് എന്നീ അണുക്കളിലെ ജലാംശം ഉപ്പുവെള്ളത്തിൽ പോകും. അപ്പോൾ അങ്ങനെ ജലാംശമില്ലാതെ അവ നശിക്കുകയും ചെയ്യുന്നു. തന്മൂലം ആഹാരപദാർത്ഥങ്ങൾ കേടുകൂടാതെ ഇരിക്കുന്നു. അതായത് വെൻ ഫുഡ് സബ്സ്റ്റാൻസസ് ആർ കെപ്റ്റ് ഇൻ സോൾട്ട് സൊല്യൂഷൻ, the salt solution absorbs the water present in the food along with the water present in the cytoplasm of microorganisms. Microorganisms എന്ന് പറയുമ്പോൾ ബാക്ടീരിയ, ഫംഗസ്, അങ്ങനെ the food substances are preserved. സോൾട്ട് സൊല്യൂഷനിൽ വെക്കുമ്പോൾ the salt solution absorbs the water present in the food. അതായത് ഫുഡിലുള്ള ജലാംശം ഉപ്പ് വെള്ളം വലിച്ചെടുക്കുന്നു. എലോങ് വിത്ത് ദ വാട്ടർ പ്രസൻറ്റ് ഇൻ ദ സൈറ്റോപ്ലാസം ഓഫ് മൈക്രോ ഓർഗാനിസംസ്. അതായത് ഈ ബാക്ടീരിയ, ഫംഗസ് പോലെയുള്ള മൈക്രോ ഓർഗാനിസംസിൽ ഉള്ള ഓർഗാനിസത്തിൽ വാട്ടർ പ്രസൻ്റ് ആയിട്ടുള്ളതും അത് വലിച്ചെടുക്കുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഉപ്പുവെള്ളത്തിൽ സൂക്ഷിക്കുന്നത്. അടുത്തത്, റൈറ്റ് അനദർ മെത്തേഡ് ഫോർ പ്രിസർവിങ് ഫുഡ്. ഭക്ഷ്യവസ്തുക്കൾ കേടുവരാതെ സൂക്ഷിക്കുവാൻ കഴിയുന്ന മറ്റേതെങ്കിലും ഒരു മാർഗം എഴുതുക. അത് ഉണക്കി സൂക്ഷിക്കാം, പിന്നെ ഉപ്പുവെള്ളത്തിലിട്ട് സൂക്ഷിക്കാം, പഞ്ചസാര ലായനിയിൽ സൂക്ഷിക്കാം. Keeping food substances in sugar solution by drying the food substances with salt. നമ്മൾ മാങ്ങ ഒക്കെ ഉപ്പിലിടാറില്ലേ,